ആദ്യം നമുക്ക് യോഗ് പീസ് നമ്മൾ പാറ്റേൺ തയ്യാറാക്കണം. അത് നമുക്ക് ന്യൂസ് പേപ്പർ ആയാലും മതി. ഇപ്പം പാറ്റേൺ പേപ്പർ ഉണ്ടാകും, അതിന്റെ ആവശ്യമൊന്നുമില്ല. പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ പാറ്റേൺ പേപ്പർ ചെയ്യുക, ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനകത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അല്ലാതെ തുണിയെ തന്നെ മാർക്ക് ചെയ്യരുത് കേട്ടോ. പിന്നെ അതല്ല, തുണിയെ തന്നെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേസ്റ്റ് ഉള്ള തുണിയല്ലേ, ലൈനിങ്ങിന്റെ വേസ്റ്റ് പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒറിജിനൽ ലൈനിങ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പന്ന തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പറോ അല്ലെ പാറ്റേൺ പേപ്പർ ഉപയോഗിക്കുന്നതാണ്. അത് ഇതിന്റെ കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുമ്പ് ഒരു മെഷർമെന്റ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിന്റെ വണ്ണം 35 ചെസ്റ്റ് വരുന്നത്, പിന്നെ ബ്രസ്റ്റ് വണ്ണം 36, വേസ്റ്റ് വണ്ണം 31, പിന്നെ ആം ഹോൾ വരുന്ന 15, ഷോൾഡർ 15 വരുന്നത്, യോക്കിന്റെ ഇറക്കം വരുന്നത് 14 ഇഞ്ചാണ് വരുന്നത്. അത് ഇതാണ് എന്റെ മെഷർമെന്റ്സ്. പക്ഷെ നമ്മളിതിനകത്ത് പഠിപ്പിക്കുമ്പോൾ ഏത് മെഷർമെന്റ്സ് വന്നാലും എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മെഷർമെന്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് മെഷർമെന്റ് വന്നാലും നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഏത് ബോഡി ഷേപ്പ് ആയാലും ഏത് ബോഡി മെഷർമെന്റ് ആയാലും നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിന്റെ എല്ലാ കാൽക്കുലേഷൻസും ഇതിനകത്തുണ്ടാവും. ഓക്കെ, അതായത് ബുക്കിന് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിന് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കത് നോക്കി തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഷോൾഡർ സ്ലോപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സെയിം തന്നെയാണ്. നമുക്ക് ഒരു ഷോൾഡറിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണെന്ന് നോക്കിയാൽ മതി. ബോഡി ഷോൾഡറിന്റെ അളവ് വരുന്നത് ഇവിടെ 15 നമുക്ക് എത്രയാണോ ബോഡി ഷോൾഡർ വരുന്നത്, 14 ഇഞ്ച് 15 ഇഞ്ചൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. അതുപോലെ 16, 17, 18 ഒക്കെ ആണെങ്കിൽ 1.4 കൊടുക്കാം. പിന്നെ അതുപോലെ 19, 20 ഒക്കെ ആണെങ്കിൽ 1.5 കൊടുക്കാം. ഈ പറയുന്ന സ്ലോപ്പിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നോർമലായിട്ട് ഷോൾഡർ ചരിവുള്ള ഒരാളുടെ സ്ലോപ്പാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ചില ആൾക്കാർക്ക് ഷോൾഡർ ഫ്ലാറ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല, നേരെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ചില ആൾക്കാർക്ക് നല്ല ഷോൾഡർ ചരിവ് വരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറയുന്ന അളവിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റൂടെ സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇപ്പം കോമൺ ആയിട്ടുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൂട്ടാതെ ഷോൾഡർ സ്ലോപ്പ് 1/4 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നോർമലായിട്ട് ഒരാളെ കണ്ടു, അവരുടെ ബോഡി ഷോൾഡർ നമുക്കത് മനസ്സിലാവുന്നില്ല. ഓക്കെ, നോർമൽ ഷോൾഡർ ആണോ അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷോൾഡർ ആണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, നോർമൽ ഷോൾഡർ വരുമ്പോൾ ഇപ്പം ഒറിജിനൽ ഷോൾഡർ 15 ആണെങ്കിൽ നമ്മൾ 1 ഇഞ്ചിലെ സ്ലോപ്പ് കൊടുക്കുന്നത്. അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ചായിട്ടേ കൊടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ കൂട്ടി കൊടുക്കരുത് സംശയം ഉണ്ടെങ്കിൽ. കാരണം ഷോൾഡർ സ്ലോപ്പ് കൂടി പോയി കഴിഞ്ഞാൽ കഴുത്തിന്റെ ആ പോർഷൻ വന്നിട്ട് മുകളിലോട്ട് കിളന്നിരിക്കും. കിളന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. ഷോൾഡർ ലൂസ് ആവുന്ന മാത്രമല്ല, ഷോൾഡറിന് ആംഹോളിന്റെ പോർഷൻ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ആ എൻഡ് പോർഷൻ, ആ ചരിവുള്ള പോർഷൻ വന്നിട്ട് കിളന്ന് നിന്നിട്ട് കഴുത്തൊക്കെ ലൂസ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാര്യം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ആ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അതായത് ഇവിടെ നമുക്കിപ്പം 15 ഷോൾഡർ, പക്ഷെ 15 ഷോൾഡർ എത്ര സ്ലോപ്പ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1 ഇഞ്ചാണ്. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അവരുടെ ബോഡി ഷോൾഡർ സ്ലോപ്പ് നോർമൽ ചരിവാണോ അതോ ഫ്ലാറ്റ് ആയിട്ടാണോ വന്നെന്നുള്ളത് ചെറിയ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ചിന് പകരം 1/4 ഇഞ്ച് കൊടുത്താൽ മതി. സാധാരണ 1 ഇഞ്ചല്ലേ എടുക്കുന്നത്, അതിന് പകരം 1/4 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് നമുക്കിവിടെ 1/4 ഇഞ്ച് കൊടുത്ത് ചെയ്യാം. 1/4 ഇഞ്ച് സ്ലോപ്പ്. അത് 1 ഇഞ്ച് സ്ലോപ്പ് വേണ്ടാക്കും 1/4 ഇഞ്ച് കൊടുത്താലും കഴുത്ത് വൈഡ് വരുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഹൈനെക്കൊക്കെ ആണെങ്കിൽ ആ സെയിം തന്നെ കൊടുക്കുക. കഴുത്ത് വൈഡൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 1/4 ഇഞ്ചാണ് ഇവിടെ സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കഴുത്തിന്റെ ഇറക്കമാണ്. ഇവിടെ കഴുത്തിന്റെ ഇറക്കം വരുന്നത് ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ച്, ബാക്ക് നെക്ക് 6.5 ഇഞ്ച്. വൈഡ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, 7, 8 എത്ര വേണമെങ്കിലും വൈഡ് കൊടുക്കാം. അതിനും ബാക്ക് നെക്ക് 6.5 വരുന്നുണ്ട്, ഫ്രണ്ട് നെക്ക് 6.5 വരുന്നുണ്ട്. അതിന് നമ്മൾ ഷോൾഡർ എടുക്കുന്നതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഒരു അളവിലൊക്കെയാണ് നമുക്ക് കഴുത്തിറക്കം വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഷോൾഡർ സ്ലോപ്പ് അതിനകത്ത് പ്രധാന ഒരു ഘടകമാണ് കേട്ടോ. ഇതുപോലെ വൈഡ് നെക്ക്, ഡീപ്പ് നെക്ക് ഒക്കെ വരുമ്പോഴേ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ചേ എടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും വൈഡ് നെക്ക് വരുമ്പോഴേ. ഓക്കെ, അന്നേരം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് നെക്ക് 6.5, ബാക്ക് നെക്ക് 6.5, വൈഡ് നമുക്ക് 7, 8 എത്ര വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വൈഡ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഇത് വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാൻ. അതിന് ഇവിടെ വന്നേക്കുന്ന ഒറിജിനൽ ബോഡി ഷോൾഡർ എന്ന് പറയുമ്പോൾ 15 15 നിന്ന് 1.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 13.5. 13.5യുടെ പകുതി 6.25 ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഇത് ഫ്രണ്ട് ഷോൾഡർ ആണ് എടുക്കുന്ന അളവ്. ബാക്ക് ഷോൾഡർ അറിയാമല്ലോ, ഫ്രണ്ട് ഷോൾഡർ നമുക്ക്
കുറവായിരിക്കും. എല്ലാ ആൾക്കാർക്കും ബോഡിയുടെ ഫ്രണ്ട് ഷോൾഡർ കുറവും ബാക്ക് ഷോൾഡർ കൂടുതലായിരിക്കും വരുന്നത്. ഓരോരുത്തരുടെ ബാക്കിലെ വിരിവനുസരിച്ച് നല്ല വ്യത്യാസം വരാം. ചിലപ്പോൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരാം. കാരണം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ബാക്ക് ഷോൾഡർ ആണല്ലോ എടുക്കുന്നത്. അതിൽ നിന്നും ഇപ്പൊ ഈ പറഞ്ഞ അളവിലാണ് കഴുത്തിറക്കം വരുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കുറച്ചിട്ട് അതിന്റെ പകുതി എടുത്തിട്ടാണ് ഫ്രണ്ട് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ഏത് ഷോൾഡർ വന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ഷോൾഡർ വന്നാലും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആംഹോളിന്റെ ഡെപ്ത് എത്ര ഇറക്കാം എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അതായത് ചെസ്റ്റ് വണ്ണം, ആദ്യം നമുക്ക് അതിന്റെ ചെസ്റ്റ് വണ്ണം കണ്ടുപിടിക്കണം. ആംഹോൾ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇത് ഇറക്കാൻ. ചെസ്റ്റിന്റെ കാൽക്കുലേഷൻ വരുന്നത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വണ്ണം വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ലൂസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ലൂസ് എന്ന് പറയുമ്പോൾ നോർമൽ ആണെങ്കിൽ 1/2 ഇഞ്ച് വൺ സൈഡ് ആഡ് ചെയ്താൽ മതി. ലൈനിങ് ആണെങ്കിൽ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വരുന്നത് ലൈനിങ് ആണ്, അത് നമുക്ക് 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത് 35 ആണ്. അതിന് 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 കിട്ടും. അതിനോട് 3/4 ഇഞ്ച് ലൂസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.5 കിട്ടും. 9.5 നമുക്ക് ചെസ്റ്റിന്റെ ലൂസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ട അളവ് 9.5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആം ഹോൾ നോക്കണം. ആം ഹോൾ വരുന്ന 15 ആണ്. 15ന്റെ കൂടെ ലൈനിങ് ആണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് ലൂസും കൂട്ടണം. നോർമൽ ആണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇവിടെ നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് 15ന്റെ കൂടെ 1.5 കൂട്ടുമ്പോൾ എത്ര വരും? 16.5 നമുക്ക് മൊത്തത്തിലുള്ള റൗണ്ട് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് മാർക്ക് ചെയ്യുന്നത്. അതായത് മൊത്തത്തിലുള്ള ഫ്രണ്ടും ബാക്കും ഉൾപ്പെടെ 16.5 വേണം. അതായത് നമുക്ക് ഈ 16.5യുടെ പകുതി ഫ്രണ്ട് പോർഷൻ മാത്രമാണല്ലോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 16.5യുടെ പകുതി എത്ര വരും? 8.25. 8.25 നമുക്കിവിടെ ആം ഹോള് അളന്ന് വരുമ്പോൾ ഈ റൗണ്ട് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വരേണ്ടത് നമുക്ക് ഈ അളവുണ്ടല്ലോ, ഇത് കിട്ടുന്ന ഏതളവ് കിട്ടിയാലും ഇവിടെ വരുന്നത്, ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാമല്ലോ. ഇതിൽ ഏതളവ് കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. ഏതളവാണെങ്കിലും എന്ത് ചെയ്യണം? ഇവിടെ കിട്ടുന്ന എത്രയാണോ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. ഇവിടെ 9.5 കിട്ടി, അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. അത് 8.25 നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ടേപ്പ് വെച്ച് നോക്കിയാൽ മതി. ടേപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ലൈൻ ഈ അളവിൽ ഏത് അളവിലാണ് വരുന്നത് നോക്കണം. ഇത് കണ്ട് 2 ഇഞ്ചിന്റെ അവിടെയാണ് ഈ ലൈൻ വന്നേക്കുന്നത്, ഈ ഷോൾഡർ ലൈൻ വന്നേക്കുന്നത്. ചിലപ്പോൾ ഇത് 2 വരാം, ചിലപ്പോൾ 1.5 വരാം, ചിലപ്പോൾ 2.5 വരാം, 1.25 വരാം, എത്ര വേണേലും വരാം ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച്. ഇവിടെ വന്നേക്കുന്നത് 2 ആണ്. അത് എത്രയാണോ വരുന്നത് ആ അളവ് ഈ രണ്ടാമത്തെ ലൈനിൽ കറക്റ്റ് ചെയ്ത് വെക്കണം. കണ്ടോ, ആ 2 ഇഞ്ച് എന്നുള്ളത് രണ്ടാമത്തെ ലൈനിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ആം ഹോളിന്റെ ഇവിടെ എത്രയാണോ അളവ് വന്നേക്കുന്നത് ആ അളവ് ടേപ്പിൽ എവിടെ വരുന്നതെന്ന് നോക്കണം. 8.25 എവിടെ വരും? ഇവിടെ വരും. കേട്ടോ, ഈ 2 എന്നുള്ളത് രണ്ടാമത്തെ ലൈനിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ടാമത്തെ ലൈനിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ താഴോട്ട് ടേപ്പ് പിടിക്കുമ്പം ഇവിടെ എത്ര വരുന്നു? ഇവിടെ 8.25 വരാം, 9 വരാം, 7 വരാം, 6 വരാം, എത്ര വേണം വരാം. അത് എത്ര വന്നാലും അത് എത്രയാണോ വരുന്നത് അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. കണ്ടോ, 8.25 വന്നേ, ആ 8.25 മാർക്ക് ചെയ്യുക. അത് നമുക്ക് എത്ര ഇഞ്ച് കൈക്കുഴി ഇറങ്ങി വന്നിട്ടുണ്ട്? 6.25 ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി ഇറങ്ങി വന്നത്. 6.25ന്റെ പകുതി എത്രയാണ്? 3 ഒരു പോയിന്റും വരും. സെൻട്രൽ പോർഷൻ, ആം ഹോളിൽ സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ആം ഹോൾ ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് എത്രയാണ്? 9.5. അതങ്ങ് മാർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. 9.5 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോളിന്റെ ഷേപ്പ് എടുക്കണം. ആം ഹോളിന്റെ ഷേപ്പ് എടുക്കാൻ ഈ സെന്ററിന്റെ ഈ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് അകത്തോട്ട് മാറ്റിയിട്ട് വേണം ഈ മാറിങ് വരാൻ. കണ്ടോ, എന്നിട്ട് നമ്മൾ ആം ഹോൾ വരയ്ക്കാനും കൊണ്ട് ആം ഹോൾ കർവ് വെക്കുമ്പോൾ ഈ അടിവശം ഈ ലൈനിൽ ടച്ച് ചെയ്യണം. ഈ സൈഡ് പോർഷൻ ഷേപ്പ് വരുന്ന ഭാഗം ഈ 1/2 ഇഞ്ചിന്റെ അവിടെ ടച്ച് ചെയ്യണം. ഈ ചരിവ് വരുന്ന ഭാഗം ഈ ഒരു പോയിന്റിനകത്ത് ടച്ച് ചെയ്യണം. ആ രീതിയിൽ വേണം ആം ഹോൾ കർവ് വെക്കാൻ. കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. കണ്ടോ, ഇനി നമുക്ക് അളന്ന് നോക്കാം 8.25 ഉണ്ടോ എന്നുള്ളത്. 8.25 കിട്ടുന്നുണ്ട്. കണ്ടോ, ഇനി അത് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചെസ്റ്റ് ലൈൻ നമ്മൾ താഴോട്ടിറക്കി അല്ലെങ്കിൽ മുകളിലോട്ട് കയറ്റി ഇത് കറക്റ്റ് ചെയ്തിട്ട് ബാക്കി പോർഷനിലേക്ക് പോകാവുള്ളൂ. ആ ഹോൾ നമുക്ക് എത്ര വേണോ ആ രീതിയിൽ ആക്കി എടുക്കണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നതും നമുക്ക് എത്രയാണോ ബോഡി ഷോൾഡർ വരുന്നത് അതിന് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 15 ബോഡി ഷോൾഡർ വന്നത്. ഏതളവായാലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 ഇവിടെ ഷോൾഡർ വന്നത്. ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 3 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് ഇവിടുന്ന് വേണം സ്ലോപ്പ് പോവാൻ. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് ആണ്. ബ്രസ്റ്റ് പോയിന്റ് വരുന്ന 10 ഇഞ്ചാണ്. 10ഉം നമ്മളുടെ പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാറില്ല. ഒരു പോർഷനിൽ ലൂസേ ആഡ് ചെയ്യാറുള്ളൂ. തയ്യൽ തുമ്പ് തുണിയിലാണ് ആഡ് ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് 10 ഇഞ്ചാണ്. കാരണം കറക്റ്റ് 10 ഇഞ്ച് എടുക്കുക. ഏറ്റവും മുകളിലെ ലൈനിൽ നിന്ന് വേണം 10 ഇഞ്ച് എടുക്കാൻ. അതുപോലെ ഇതിന്റെ ഇറക്കം വരുന്നത് എത്രയാണ്? 14.5 യോക്കിന്റെ ഇറക്കം വരുന്നത്. 14 ഇഞ്ച് കറക്റ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് വരയ്ക്കാം.
നമുക്ക് ബ്രസ്റ്റിന്റെ കാൽക്കുലേഷൻ. ബ്രസ്റ്റ് വണ്ണവും നമ്മൾ ചെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ ബ്രസ്റ്റും വേസ്റ്റും എല്ലാം ആ സെയിം കാൽക്കുലേഷൻ ആണ്. അതായത് എത്രയാണോ വണ്ണം വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ലൂസ് ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്രസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് 36 ആണ്. അതിന് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. ലൂസ് നമുക്ക് എത്രയാണ്? ലൈനിങ് ആയതുകൊണ്ട് 3/4 ഇഞ്ച്. അതിന് നമുക്ക് 9.75 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചെസ്റ്റിന്റെ മാർക്കിങ്ങും ബ്രസ്റ്റിന്റെ മാർക്കിങ് എവിടെയാണോ വരുന്നത് അത് കറക്റ്റ് ചെയ്തിട്ട് ഈ സ്കെയിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ 2 പോയിന്റും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുക. അത് ചെസ്റ്റിന്റെയും ബ്രസ്റ്റിന്റെയും വ്യത്യാസം അനുസരിച്ച് ഈ ലൈൻ അങ്ങോട്ട് പോകാം, നേരെ വരാം, അകത്തോട്ട് ചെരിഞ്ഞു വരാം, എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ലൈൻ കറക്റ്റ് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ലാസ്റ്റ് ലൈൻ എത്ര ഉണ്ടെന്നാണ് നോക്കാം. എത്ര ഉണ്ട്? ഇത് 10.25 ഒരു പോയിന്റ് ഉണ്ട്. 10.25 എന്ന് കൂട്ടാവേ, 10.25. ഇവിടെ നമുക്ക് വേസ്റ്റ് വണ്ണം എത്രയാണ് വേണ്ടേ? വേസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത്? വേസ്റ്റ് വരുന്നത് നമുക്ക് 31 ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.25 അല്ലേ? 7.25 3/4 ഇഞ്ച് ലൂസ് കൂട്ടുക. 7.25 8.5 ഇഞ്ച്. 8.5 ഇഞ്ചാണ് നമുക്കിവിടെ വേസ്റ്റ് പോർഷൻ വേണ്ടേ. ഇവിടെ നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്? 10.25. 8.5 10.25 കുറച്ച് എത്ര കിട്ടും? 1.25 ഇഞ്ച് കിട്ടും അല്ലേ? 1.25. ഓക്കെ, അതാണ് നമുക്കിവിടെ ഷേപ്പ്. ഈ 1.25 ഇഞ്ചാണ് നമുക്കിവിടെ ഷേപ്പ് വരേണ്ടത്. അത് ആദ്യമേ നമ്മൾ ഈ ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. ബ്രസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? നമുക്ക് എത്രയാണോ ബ്രസ്റ്റ് വണ്ണം വരുന്നത്, ഏതളവ് വന്നാലും എത്രയാണോ ബ്രസ്റ്റ് വണ്ണം വരുന്നത് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 36 ആണ്. 36നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 എന്ന് കിട്ടും. അതിന്റെ 3.6 എന്ന് പറഞ്ഞാൽ 3.25 ഒരു പോയിന്റ് കുറവാണ്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് 3.25 ആയിട്ട് എടുക്കാം. അങ്ങനെ 3.25 കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. കണ്ടോ? 3.25 മാർക്ക് ചെയ്തു. ഈ 3.25 തന്നെ താഴെ മാർക്ക് ചെയ്യരുത്. അങ്ങനെ മാർക്ക് ചെയ്യേണ്ട സന്ദർഭം വരുന്നത് നമുക്ക് ചെസ്റ്റും ബ്രസ്റ്റും സെയിം ആണെങ്കിൽ, അതായത് ഇപ്പൊ 33 ഇഞ്ച് ബ്രസ്റ്റ് 33 ഇഞ്ച് ബ്രസ്റ്റ് ചെസ്റ്റും വന്നു, അല്ലെങ്കിൽ 40 ഇഞ്ച് ചെസ്റ്റ് 40 ഇഞ്ചാണ് ബ്രസ്റ്റ്, അല്ലെങ്കിൽ ചെസ്റ്റിനേക്കാളും ബ്രസ്റ്റ് കുറവായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ വേണം താഴെ മാർക്ക് ചെയ്യാൻ. അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ താഴെ മാർക്ക് ചെയ്യാവുള്ളൂ. ഈ ലൈൻ നേരെ വരണം. അതല്ല, നമുക്ക് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ 3 ഇഞ്ചിൽ കൂടുതലാണ് വ്യത്യാസം വരുന്നതെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ചെസ്റ്റ് വരുന്ന ഒരു 40, ബ്രസ്റ്റ് ഒരു 44 വരുന്നത്, അല്ലെ ചെസ്റ്റ് ഒരു 36, ബ്രസ്റ്റ് ഒരു 40 വരുന്നത്. കാരണം നമുക്ക് 3 ഇഞ്ചിൽ കൂടുതലാണല്ലോ വ്യത്യാസം വരുന്നത്. അങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കുന്ന അളവ് എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചേ ഇവിടെ മാർക്ക് ചെയ്യാവുള്ളൂ. അന്നേരം ഈ ലൈൻ ചരിഞ്ഞ് വേണം വരാൻ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ എടുക്കുന്ന അളവിൽ നിന്ന് ചരിഞ്ഞായിരിക്കണം ലൈൻ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് 3 ഇഞ്ചോ അതിൽ താഴെയോ, അതായത് 1 ഇഞ്ച് വ്യത്യാസം വരാം, 2 ഇഞ്ച് വ്യത്യാസം വരാം, 3 ഇഞ്ച് വരെ വരാം. 3 ഇഞ്ചോ അതിൽ താഴെയോ വ്യത്യാസം വരുവാണെങ്കിൽ ഇവിടെ എടുക്കുന്ന അളവ് എത്രയാണോ അതിൽ നിന്നും 3/4 ഇഞ്ച് കുറച്ച് ഇവിടെ മാർക്ക് ചെയ്യാവുള്ളൂ. ഈ 3 പോയിന്റ് ശ്രദ്ധിച്ചോണം. അത് ഇവിടെ എത്ര മാർക്ക് ചെയ്യുന്നത്? ഇവിടെ എത്ര വന്നേക്കുന്നത്? ചെസ്റ്റ് വന്നേക്കുന്നത് 35, ബ്രസ്റ്റ് 36 ആണ്. അതിന് എത്ര ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്? 1 ഇഞ്ച്. അങ്ങനെ 3 ഇഞ്ചിൽ താഴെയല്ലേ വ്യത്യാസം വന്നേ. അതെന്ത് ചെയ്യണം? ഇവിടെ എടുക്കുന്ന അളവ് എത്രയാണോ അതിൽ നിന്നും 3/4 ഇഞ്ച് കുറയ്ക്കണം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 3.25 ആണ്. അത് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. കണ്ടോ? ഇങ്ങനെ വേണം അത് കണ്ടുപിടിക്കാൻ. എന്നാൽ നമുക്കിത് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 1.25. ആ 1.25 ഈ ലൈൻ ചരിഞ്ഞു വരുന്ന ലൈൻ എവിടെയാണോ അവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ വരും. കണ്ടോ? എന്നിട്ട് ഈ ലൈൻ നമുക്ക് നേരെ വരയ്ക്കാം. കണ്ടോ? ഇത് വ്യത്യാസം വരുന്നത് ഈ ചരിഞ്ഞു വരുന്ന ലൈൻ 3/4 ഇഞ്ച് വരുമ്പോഴും ചരിവും, 1 ഇഞ്ച് വരുമ്പോഴും ചരിയും. ഈ ലൈൻ ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇവിടെ എത്രയാണോ വ്യത്യാസം വന്നിട്ട് നമുക്ക് കിട്ടുന്നത് അതിവിടെ ഈ ചരിഞ്ഞു വരുന്ന ലൈനിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഈ ലൈൻ നേരെ വരുന്ന സന്ദർഭം ഉണ്ടല്ലോ, ചെസ്റ്റും ബ്രസ്റ്റും സെയിമോ ഒക്കെ വരുവാണെങ്കിൽ നേരെ വരുമല്ലോ. നേരെ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയാണോ അത് ആ നേരെ വരുന്ന ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ലൈനിന്റെ ഇതിപ്പം ചരിഞ്ഞു വന്നുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചരിഞ്ഞു വരുവാണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ എത്ര വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. അത് വരുന്ന ഇതിപ്പോ 1.25 ആണ്. 1.25 മാറ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ഇത് എവിടെ വരെ വരണമെന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ബ്രസ്റ്റ് വണ്ണം വരുന്നത് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനോട് അറേഞ്ച് കൂട്ടുക. അത്രേ ഉള്ളൂ. ഏത് മെഷർമെന്റ് വന്നാലും. ഇവിടെ നമുക്ക് വന്നേക്കുന്നത് 36 ആണ് ബ്രസ്റ്റ് വണ്ണം. അന്നേരം അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇഞ്ച് കിട്ടും. അതിനോട് നമ്മൾ അറേഞ്ച് കൂട്ടുക. അത്രേ ഉള്ളൂ. ഏതളവ് വന്നാലും അതുപോലെ തന്നെ. അന്നേരം 3ന്റെ കൂടെ അറേഞ്ച് കൂട്ടുമ്പോൾ 3.5. അന്നേരം 3.5 ഇഞ്ച് താഴോട്ട് മാറ്റിയിട്ട് ഒരു ഷേപ്പ് കൊടുക്കുക. ഇവിടെ നമുക്ക് വരയ്ക്കാം. കണ്ടോ? അത് ഇവിടെ നമുക്ക് ഇത് കണ്ടോ? ഇവിടുത്തെ വീതി
1 ഇഞ്ച് കിട്ടി. ഈ 1 ഇഞ്ചെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ പക്ഷേ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെസ്റ്റും ബ്രസ്റ്റും അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ വീതി കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻ ശകലം താഴോട്ട് ഇറക്കി വരച്ചാൽ മതി. എന്നിട്ട് ഈ വേസ്റ്റ് പോർഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടുത്തെ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഷേപ്പ് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ 1 ഇഞ്ചെങ്കിലും നമുക്കിവിടെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നതിനകത്ത് ചിലപ്പം നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആ ഒരു വേരിയേഷൻസ് കാണാൻ പറ്റും ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വരുവാണെങ്കിൽ ഈ ലൈൻ താഴോട്ട് ഇറക്കി അങ്ങ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഈ ലൈൻ ഇങ്ങനെ നേരെയാണല്ലോ വന്നത്. ഇത് ഇവിടെ വന്ന് ഈ പോയിന്റും ഈ പോയിന്റും കണ്ടോ ഇങ്ങനെ വരച്ചു. അന്നേരം ഇവിടെ പോയിന്റ് ആയിട്ട് വന്നില്ലേ? ഈ പോയിന്റ് നമ്മൾ ഇതങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, ഷേപ്പ് ചെയ്തിട്ട് പോകണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രിൻസസ് കട്ട് ഇവിടെ വന്നു. സാധാരണ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആം ഹോളിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇത് ആം ഹോളിലോട്ടല്ല ഈ പ്രിൻസസ് കട്ട് പോകേണ്ടത്. ഈ ഒരു കട്ടിങ് നേരെ ഷോൾഡറിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. അതെങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ആദ്യമേ കഴുത്തിന്റെ വൈഡ് നോക്കണം. കഴുത്തിന്റെ വൈഡ് നമുക്ക് എത്ര വേണേലും കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു 8 ഇഞ്ച് വൈഡ് കൊടുക്കാം കഴുത്തിന്. ഫ്രണ്ട് കഴുത്തിന് 8 ഇഞ്ച് വൈഡാണ്. നല്ല ഡീപ്പ് നെക്കായിട്ട് വരുന്നതാണ്. 8 ഇഞ്ചാണ് വൈഡ് വരുന്നത്. അത് നമുക്ക് ഇവിടെ വരുമല്ലേ കഴുത്ത്. ഇവിടാണ് കഴുത്ത് വരുന്നത്. കഴുത്തിന്റെ ബാക്കി ഷോൾഡർ എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ട്? 3 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അതിന്റെ സെന്റർ പോർഷൻ എടുക്കുക 1.5 ഇഞ്ച്. എന്നിട്ട് ഈ ലൈൻ നേരെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. കണ്ടോ, മനസ്സിലായോ? നമുക്ക് ഇവിടെ ആം ഹോളിലേക്ക് പോകേണ്ട ഷേപ്പ് നമ്മൾ നേരെ കൊടുത്തേക്കുവാണ്. അതായത് ഷോൾഡറിന്റെ അവിടെയാണ് കട്ടിങ് വരുന്നത്. അത് വന്നിട്ട് പ്രിൻസസ് കട്ടയിലോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ആ സ്ലീവ്ലെസിന്റെ അവിടെ നമ്മൾ കവർ ചെയ്യാനൊക്കെ ഫ്രില്ല് പോലെ നമ്മൾ സ്ലീവ് പോലെ വരുന്നത്. അത് ഈ ജോയിന്റ് വഴിയാണ് ഫിറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് ക്ലാസ്സിനകത്ത് പഠിക്കാം. അത് ഇത് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്തെടുക്കാനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അളന്ന് നോക്കണ്ടേ? ഇത് എത്ര വന്നിട്ടുണ്ട്? ഈ പോയിന്റ്, ഈ ലൈനിന്റെ ഇവിടം തൊട്ട് താഴെ വരെ 4.5 ഒരു പോയിന്റും വന്നിട്ടുണ്ട്. അത് തന്നെ ഈ ഷേപ്പിലും അളക്കണം നമ്മളെ. എങ്കിലേ ജോയിന്റ് ചെയ്ത് വരുമ്പം ഒരേപോലെ നിൽക്കുകയുള്ളൂ. 4.5 ഒരു പോയിന്റ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വരെ വന്നിട്ട് വലിയ ഷേപ്പായിട്ടൊന്നും വന്നില്ല. ഇത് ഇങ്ങോട്ട് ചരിഞ്ഞാണ് വന്നേക്കുന്നത്. ഇത് അങ്ങോട്ട് ചരിഞ്ഞ് ചെറിയൊരു ഷേപ്പേ പോയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് വെക്കണം. കണ്ടോ, ഈ ഒരു ലൈന് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ. ഈ ലൈൻ നമ്മൾ എങ്ങനെ ചരിഞ്ഞ് വരുന്നോ അവിടെ ഈ ലൈൻ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റും കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വരയ്ക്കും. കണ്ടോ, ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് 1 ഇഞ്ചോളം നമ്മൾ വീണ്ടും ഷേപ്പ് കൊടുക്കണം. എങ്കിലേ നമ്മളിത് സൈഡ് പോർഷൻ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ താഴോട്ട് തൂങ്ങാതെ കറക്റ്റ് ലെവലിൽ നിൽക്കുകയുള്ളൂ. ഇവിടുന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഹിപ്പ് കർവ് ഉണ്ടല്ലോ, ഹിപ്പ് കർവ് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. കണ്ടോ, കണ്ടോ, ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. കണ്ടോ, ഇത് നമുക്ക് പ്രിൻസസ് കട്ട് വരുന്നത്. പ്രിൻസസ് കട്ട് ഈ ആം ഹോളിലോട്ടല്ല പോകുന്നത്, നേരെ ഷോൾഡറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു പോർഷനിൽ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല. തുണിയേൽ മാർക്ക് ചെയ്യുന്ന സമയത്താണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് കറക്റ്റ് ബോഡി മെഷർമെന്റ് ഡ്യൂസും മാത്രമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. തയ്യൽ തുമ്പെല്ലാം നമുക്ക് തുണിയെ മാർക്ക് ചെയ്യുന്ന സമയത്താണ്. അത് പ്രത്യേക ഓർമ്മ വേണം. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. നമുക്ക് ഈ കട്ടിങ് നേരെ പോകണം. കണ്ടോ, ഓക്കെ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്.
ഇതിങ്ങനെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഈ കറക്റ്റ് മാർക്കിൽ തന്നെ വരണം. എന്നിട്ട് ഈ ഷേപ്പ് വരുമ്പോഴത്തേന് ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ പഫ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ബ്രസ്റ്റിൻ്റെ എത്രയാണോ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ കിട്ടിക്കോളും. അത് ഇത്രയും കട്ട് ചെയ്ത് മനസ്സിലായല്ലോ. ഇത്രേ ഉള്ളൂ ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്യാൻ. കഴുത്തൊക്കെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഓക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ലൈൻ കറക്റ്റ് വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് വെക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേ വെക്കാവുള്ളേ. നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് താഴോട്ട് വെക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈൻ എല്ലാം കറക്റ്റ് ചെയ്തെടുക്കണം. ഇത് മാറിപ്പോകരുത്, കറക്റ്റ് തന്നെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് മാറ്റാം. ഈ ബ്രസ്റ്റ് ലൈൻ വരുന്നതിൻ്റെ പോയിന്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്ക് ടക്ക് കൊടുക്കണമെങ്കിൽ അവിടെ ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്നാണ് ടക്ക് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ്. ഇത് നമുക്ക് വരയ്ക്കാം. നമുക്ക് ചെസ്റ്റ് എത്രയായിരുന്നു വരുന്നത്? ഫ്രണ്ട് എത്ര മാർക്ക് ചെയ്തേ? 9.5 അല്ലേ ചെസ്റ്റ് മാർക്ക് ചെയ്ത്? ആ സെയിം തന്നെ ഫ്രണ്ട് ചെയ്ത സെയിം തന്നെ മാർക്കിങ് കൂടെ ചെയ്യുക. 9.5. ആം ഹോൾ എടുക്കുന്നത് ഇതിന്റെ സെന്റർ പോർഷൻ കണ്ടുപിടിക്കുക. 6.5 സെന്റർ പോർഷൻ, 3 ഒരു പോയിന്റും. നമുക്ക് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം കേട്ടോ. ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് എടുത്ത് നമുക്ക് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ. അത് നമുക്ക് കഴുത്തിറക്കം 6.5 ഇഞ്ച് വന്നിട്ടുണ്ട്, ഫ്രണ്ട് ബാക്കും 6.5 വന്നിട്ടുണ്ട്, വൈഡ് നമുക്ക് ഒരു 8 ഇഞ്ചോളം വൈഡ് വന്നിട്ടുണ്ട്. അത്രയും ഡീപ്പായിട്ട് വരുന്ന നെക്കാണ്. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 3/4 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്ര ഡീപ്പായിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഷോൾഡർ സ്ലോപ്പ് ഞാൻ പറഞ്ഞ പോലെ 4 ഇഞ്ച് കുറച്ചേ കൊടുക്കാവുള്ളൂ, കൂട്ടി കൊടുക്കരുത്. ഓക്കെ, ബാക്ക് ഷോൾഡർ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ വന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാൽ മതി. ബാക്ക് ഷോൾഡർ വന്നേക്കുന്നത് എത്രയാണ്? 15 അല്ലേ. 15-ൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 14. 14 പകുതി 7.25. അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ ഫ്രണ്ടിനെക്കാട്ടിലും ബാക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 1 ഇഞ്ചോളം ഷോൾഡറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് കറക്റ്റായിട്ട് വെക്കാം. വെക്കേണ്ടത് ഈ ഒരു ഷേപ്പ് വരുന്ന പോർഷൻ, ഈ ലൈന്, ഈ ഒരു പോർഷൻ, ഈ പോയിന്റ്, ഈ ഒരു മാർക്ക് ചെയ്തെടുത്ത് വേണം ചരിവ് വരാൻ. കണ്ടോ? ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുന്നതും ബാക്ക് ആം ഹോൾ വരയ്ക്കുന്നതും തമ്മിലും വ്യത്യാസമുണ്ട് കേട്ടോ. എത്രയാണ് നമുക്ക് വേണ്ട? 8.25 അല്ലേ. 8.25 കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടോ? 8.25 കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ലൈൻ നമ്മൾ താഴോട്ട് ഇറക്കിയോ മുകളിലോട്ട് കയറ്റിയോ മാർക്ക് ചെയ്ത് കറക്റ്റ് ആക്കണം. നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൽ ഇവിടെ എത്തിക്കണം. അതിനുശേഷം കട്ട് ചെയ്യാവും. ഓക്കെ, ഇനി ഷോൾഡർ സ്ലോപ്പ്. ഷോൾഡർ സ്ലോപ്പ് എടുക്കേണ്ടത് നമ്മൾ ഫ്രണ്ടിൽ എത്രയാണോ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടുക. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ചിന്റെ അവിടെ മാറ്റിയിട്ടല്ലേ മാർക്ക് ചെയ്തത്. ബാക്കി വരുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 3.5. ഓക്കെ, ഇനി നമുക്ക് ഇറക്കം വരുന്നത് നമ്മൾ ഫ്രണ്ട് ഇറക്കം 14 വെച്ചങ്ങ് അടയാളപ്പെടുത്തരുത്. നമ്മൾ സൈഡിലെ ഷേപ്പാണ് നോക്കേണ്ടത്. ഈ സൈഡ് ജോയിന്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ആ അളവാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടാണ് വരുന്നത്. അത് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ വെച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വരയ്ക്കുക. കണ്ടോ? അല്ലാതെ നമ്മൾ ഒരിക്കലും ഫ്രണ്ട് 14 എടുത്തു ആ 14 തന്നെ ബാക്കിലും പറഞ്ഞതെന്ന് പറയരുത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് പോർഷൻ എത്രയാണ് വരുന്നത്? നമുക്ക് 31 അല്ലായിരുന്നു. 31 ആകുമ്പോൾ 7.25. 7.25 3/4 ഇഞ്ച് ലൂസർ കൂട്ടി 8.5 ഇഞ്ചാണ് വരുന്നത് അല്ലേ. ആ 8.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കറക്റ്റ് വരയ്ക്കാം. ഇവിടെ നമുക്ക് ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ. ഇവിടെ നമുക്ക് ടക്ക് കൊടുക്കാം. ഇവിടെ ടക്കിനുള്ളത് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് ടക്ക് കൊടുക്കാം. ബോഡി നല്ല ഷേപ്പ് ഒക്കെ വരുവാണെങ്കിൽ ടക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഇപ്പോൾ ടക്ക് കൊടുക്കുന്നില്ലേ. ഓക്കെ, ബ്രസ്റ്റ് വണ്ണമൊക്കെ നല്ല വ്യത്യാസം കൂടുതലായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ടക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ അനുസരിച്ച് ബാക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. എന്നിട്ട് നമ്മൾ സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു പോയിന്റ് ഒക്കെ വ്യത്യാസം വരും, ചരിഞ്ഞ് ലൈൻ വരുന്നതുകൊണ്ട് അത് വീണ്ടും കറക്റ്റ് ചെയ്യണം.
ബാക്ക് മാർക്ക് ചെയ്യാനെ കൊണ്ട് ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എങ്ങും ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല, അത് മറന്നു പോരുത്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത്രേ ഉള്ളൂ, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തൊക്കെ കട്ട് ചെയ്യണം. അത് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യാം, തുണിയെ മാർക്ക് ചെയ്തിട്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ വെച്ച് മാർക്ക് ചെയ്യണം. കഴുത്തിന്റെ വൈഡിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ നമുക്ക് 3 ഇഞ്ചിന് ഒരു പോയിന്റ് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വൈഡ് എത്ര കൊടുത്തേ? 4 ഇഞ്ചാണ്. ഇവിടെ വൈഡ് എത്ര വരും? 4.5 ഇഞ്ച് വരും. അങ്ങനെ ഫ്രണ്ട് 8 ഇഞ്ച് വൈഡും ബാക്ക് 9 ഇഞ്ച് വൈഡും വരുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ കിട്ടുള്ളൂ. കാരണം ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും നമ്മൾ എടുത്തേക്കുന്നത് വേറെ വേറെ അളവില്ല അല്ലേ. നമ്മൾ കഴുത്ത് ഇപ്പോൾ ഫ്രണ്ട് കഴുത്ത് 8 ഇഞ്ച് വൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് കഴുത്ത് 8 ഇഞ്ച് വൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലെ ഷോൾഡറിന് വീതി കൂടുതലും ഫ്രണ്ട് ഷോൾഡറിന് വീതി കുറവല്ലേ. അത് ജോയിന്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ആ വ്യത്യാസം എവിടെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്? കഴുത്തിന്റെ വൈഡിലാണ് കവർ ചെയ്യേണ്ടത്. അത് ഫ്രണ്ട് എടുക്കുന്ന എത്രയാണോ അതിൽ നിന്നും ബാക്ക് നമുക്ക് ഷോൾഡർ എത്രയാണോ വ്യത്യാസം വരുത്തിയേക്കുന്നത് അത്രയും പോർഷനുടെ വൈഡ് കൂടുതൽ വേണം ബാക്കിൽ എടുക്കാൻ. അന്നേരം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബോഡിയിൽ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് കിടക്കും. ഈ സ്ലീവ് ഒന്നും ബാക്കിലോട്ട് കയറി ഇരിക്കുകയോ അങ്ങനെ ചെയ്യത്തില്ല. ബാക്കി വിരവുള്ളവർക്കൊക്കെ കാണാൻ പറ്റും. സ്ലീവ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ലീവ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ബാക്കിലോ ബോഡി പാർട്ടിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ബാക്കി ഒരു കറക്റ്റ് ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അല്ല ഈ രീതിയിലാണ് അത് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതെന്താ മാർക്ക് വന്നേക്കുന്നത്? എൻ്റെ ഈ ബ്രസ്റ്റിന്റെ ഈ ലൈനാണ് കണ്ടോ. ബ്രസ്റ്റ് ഈ ലൈന് ഇവിടെയാണ് ടക്ക് വരുന്നത്, അതാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡർ, ഫ്രണ്ട് ഷോൾഡർ എത്രയാണ് നമ്മൾ എടുത്തത്? ഫ്രണ്ട് ഷോൾഡർ അല്ല, ഇവിടുത്തെ ചരിവ് 1.5 ഇഞ്ചല്ലേ എടുത്തത്, ആ സെയിം തന്നെ ഇവിടെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഹിക്കർ ഉണ്ടല്ലോ, ഹിക്കർ വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഹിക്കർ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കണ്ടോ കണ്ടോ. ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. അളവെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ. ഇനി നമുക്കിത് ലൈനിങ് വെച്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം.